Dear students, welcome to English class. 8th standard, Taj Mahal, the poem, second part. Taj Mahal, രവീന്ദ്രനാഥ ടാഗോർ. ഒന്നാമത്തെ ഭാഗം നമ്മൾ 2 തവണ കവർ ചെയ്തു. So it is a poem of beauty. സൗന്ദര്യത്തെക്കുറിച്ചുള്ളൊരു ഭാഗം. What sort of beauty? ഏത് തരത്തിൽപ്പെട്ട സൗന്ദര്യം? ദാറ്റ് മീൻസ് ആർക്കിടെക്ചർ, അല്ലേ? വാസ്തുശില്പമാണിത്. ഷാജഹാൻ ദ എംപറർ built it for his beloved wife മുംതാസ്. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി. നമ്മുടെ കവിതയിൽ പറഞ്ഞത് all the prosperities of life, ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും that float away, ഒലിച്ചു പോകുന്നതാണ്. അതൊക്കെ ഒലിച്ചു പോകും. വെൽത്ത്, സമ്പാദ്യം, ആൻഡ് മണി, ധനം, ആൻഡ് ഹെൽത്ത്, ആരോഗ്യം, യൂത്ത്ഫുൾനെസ്, യുവത്വം, ആൻഡ് പോപ്പുലാരിറ്റി, പ്രശസ്തി, ഇതൊക്കെ പോയി കഴിയും. ബട്ട് ഇൻ ദിസ് വേൾഡ്, പക്ഷേ ഈ ലോകത്ത് ആഫ്റ്റർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്, ഏജസ് ആൻഡ് ഏജസ്, വർഷങ്ങളും വർഷങ്ങളും നൂറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കടന്നിട്ട് ഐശ്വര്യം മങ്ങാതെ ഒരു വസ്തു നിലനിൽക്കുന്നു. ദാറ്റ് ഈസ് താജ്മഹൽ. മറ്റെല്ലാ ഭംഗികളും അസ്തമിച്ചപ്പോഴും താജ്മഹൽ അതിൻ്റെ ഭംഗിയോടുകൂടി നിലനിൽക്കുന്നു. ലൈക്ക് എ ഡ്രോപ്പ് ഓഫ് ടിയർ, ആകാശത്തിൽ നിന്നും ഇറ്റി വീഴുന്ന ഒരു കണ്ണുനീർത്തുള്ളി പോലെ നിൽക്കുന്നെന്നാണ് അതാണ് ചിത്രം കൊടുത്തിരിക്കുന്നത് കവി പറയുന്നത്. ഇറ്റ്സ് എ ടിയർ. ആ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലാസ്റ്റ് പാർട്ട് കണ്ടോളൂ. ദോ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് are all but as the glitter of rainbow trickling out empty air. Very many beautiful things in this world, gems in this world. രത്നക്കല്ലുകളുണ്ട്. ആ രത്നക്കല്ലുകളിൽ ചിലതിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. എമറാൾഡ്, റൂബി, മരതകം, മാണിക്യം, മുത്ത്. എമറാൾഡ് ഉണ്ട്, റൂബി ഉണ്ട്, പേൾ ഉണ്ട്, ജം സ്റ്റോൺസ് ആണ്, മരതകമുണ്ട്, മാണിക്യമുണ്ട്, മുത്തുണ്ട്. ഇതൊക്കെ വിലപിടിച്ച രത്നങ്ങളാണ്. ദോ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ആർ all but as the glitter, glittering ആണ്, ഷൈനിങ് ആണ്, വാല്യുബിൾ ആണ്. ഓഫ് എ റെയിൻബോ, ആകാശത്ത് മഴവില്ല് തെളിയും പോലെ, പ്രകാശിക്കും പോലെ, സപ്തവർണ്ണങ്ങളെ തെളിയിക്കുന്നതാണ് ഈ കല്ലുകൾ. ആ കല്ലുകളിൽ, ഈ രത്നക്കല്ലുകളിൽ, ഈ ജം സ്റ്റോൺസിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ, ലൈറ്റ് പതിക്കുമ്പോൾ, ദ റിഫ്ലക്ഷൻ ഓഫ് ഇറ്റും, അതിൻ്റെ പ്രതിഫലനം, വെരി നൈസ് ടു സീ. കല്ല് അത്രത്തോളം വിലപിടിച്ചതാണ് രത്നക്കല്ലുകൾ. ഏതുപോലെ? ആകാശത്തിൽ തെളിയുന്ന മഴവില്ലിലെ വർണ്ണം പോലെ. Out empty or air and must pass away. എന്നാലോ ആ വർണ്ണവും അതും മങ്ങിപ്പോവും. എപ്രകാരത്ത്? റെയിൻബോ ഡസന്റ് സ്റ്റാൻഡ് ദർ ഫോർ എവർ. മഴവില്ല കുറച്ച് നേരത്തേക്കല്ലാതെ അവിടെ നിൽക്കില്ല. അത് രത്നക്കല്ല് പോലെ സ്ഥിരമായി നിൽക്കുന്നതല്ല. അത് എമറാൾഡ് പോലെ അല്ലെങ്കിൽ റൂബി പോലെ സ്ഥിരമായി നിൽക്കുന്നതല്ല. അവരുടെ തിളക്കം പോകുന്നില്ല. കാരണം അത് കുപ്പയ്ക്കുള്ളിലായിരിക്കും മാണിക്യം, അല്ലെങ്കിൽ കടലിനടിയിലായിരിക്കും മുത്ത്. അത് പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ പുറത്ത് തെളിയുന്ന ഒന്നുണ്ട്. ദാറ്റ് ഈസ് റെയിൻബോ, മോർ ബ്യൂട്ടിഫുൾ ദാൻ ദീസ് ജംസ്. ഈ രത്നക്കല്ലുകളെക്കാളും ഏറെ ഭംഗിയുള്ളത് അത് റെയിൻബോ ആണ്. ബട്ട് വാട്ട് അബൌട്ട് ദ റെയിൻബോ? ഇറ്റ് ഡിസപ്പിയേഴ്സ് വിത്തിൻ സെക്കൻഡ്സ്. നിമിഷങ്ങൾക്കകം അപ്രത്യക്ഷമാകുന്നതാണ് ആ മഴവില്ല്, അതിൻ്റെ വർണ്ണശോഭ. സോ ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. ജീവിതം അതുപോലെയാണ്. ഏതുപോലെ? ടൈംലി, താൽക്കാലികമാണ്.
മാഷ് പറഞ്ഞു എമറാൾഡ്, റൂബി, പേള്, ഗ്ലിറ്റർ, ഷൈനിങ്, തിളക്കം. എംറ്റി എന്ന വാക്ക് രണ്ടാമത്തെ വരെ ശൂന്യ ആകാശത്തിൽ, ശൂന്യതയിലാണല്ലോ മഴവില്ല് തെളിയുന്നത്. അതുമാതിരി ഇതാ ആകാശത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു കണ്ണുനീർത്തുള്ളി പോലെ അടുത്ത വരി പറയുന്നു ഈ നമ്മുടെ താജ്മഹലിനെ കുറിച്ച്. ആൻഡ് മസ്റ്റ് പാസ് എവേ. ഇതൊക്കെ അപ്രത്യക്ഷമാകും. ഏതൊക്കെ അപ്രത്യക്ഷമാകും? ദ ഷൈനിങ് കളർ ഓഫ് ദി റെയിൻബോ സച്ച് ആസ് എമറാൾഡ്, റൂബീസ് ആൻഡ് പേൾസ്. യെറ്റ് സ്റ്റിൽ വൺ സോളിറ്ററി ടിയർ. പക്ഷേ എത്ര കാലം ആകാശത്തിൽ നിന്നിട്ടും മങ്ങിപ്പോകാതെ ഇതാ ഒരു കണ്ണുനീർ മുത്ത്. അതാണ് താജ്മഹൽ. ഇറ്റ് ഈസ് ഇൻ ദ സ്കൈ. കുത്തബ് മിനാറിനേക്കാളും ഉയരത്തിലാണത്. കണ്ടാൽ തോന്നും കുത്തബ് മിനാറിനേക്കാളും താഴ്ചയിലാണെന്ന്. കുത്തബ് മിനാറിനേക്കാളും ഉയരമുള്ളതാണെന്ന് ഈ താജ്മഹൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈസ് എ പേൾ ഓഫ് ടിയർ. കണ്ണീർ മുത്താണ്. ദാറ്റ് സ്റ്റാൻഡ്സ് സ്റ്റിൽ. ഇപ്പോഴും നിലനിൽക്കുന്ന കണ്ണീർ മുത്ത്. ഈവൺ ആഫ്റ്റർ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകൾക്ക് ശേഷവും നിലനിൽക്കുന്ന കണ്ണുനീർ മുത്ത്. ഏതുപോലെയല്ല, നോട്ട് ലൈക്ക് ദ റെയിൻബോ, മഴവില്ല് പോലെ അപ്രത്യക്ഷമാകുന്നതല്ല. ഏതുപോലെയല്ല, നോട്ട് ലൈക്ക് ദ വെൽത്ത് ആൻഡ് ഹെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ആൻഡ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി പോലെ പ്രോസ്പെരിറ്റി പോലെ, പ്രോസ്പെരിറ്റി സൗഭാഗ്യം, പ്രോപ്പർട്ടി സമ്പത്ത്. അതുപോലെ ഹെൽത്ത് പോലെ വെൽത്ത് പോലെ ഡിസപ്പിയർ ആയില്ല എന്ത്? താജ്മഹൽ. അതാണ് താജ്മഹലിന്റെ പ്രസക്തി. യെറ്റ് എന്നിട്ടും ഇതാ സ്റ്റിൽ ഇപ്പോഴും, യെറ്റ് എന്നിട്ടും STILL സ്റ്റിൽ ഇപ്പോഴും ഇതാ, എന്നിട്ടും ഇതാ ഒരു വസ്തു, സോളിറ്ററി, ഒറ്റ വസ്തു. SOLITARY സോളിറ്ററി, ലോൺലി, ഒറ്റയ്ക്കുള്ള, ഒരേ ഒരെണ്ണമുള്ളൂ. ഓൺലി വൺ താജ്മഹൽ ഇൻ ദിസ് വേൾഡ്. ഈ ഭൂമിയിൽ ഒരേ ഒരു താജ്മഹലേ ഉള്ളൂ. എന്നിട്ടും ആ ഒറ്റ മനോഹരമായ സൗധം, ടിയർ, കണ്ടോ? ടിയർ കണ്ണുനീർത്തുള്ളിയാണ്. ടിയർ കീറുക എന്നുള്ള അർത്ഥം വരും. ടിയർ ടോൺ, ഇവിടെ ടിയേഴ്സ് കണ്ണുനീർ എന്നുള്ള അർത്ഥം എടുക്കണം. ടിയർ വുഡ് ഹാങ്. ഒരു കണ്ണുനീർ മുത്ത് മാത്രം. അതാ എല്ലാ മുത്തും ഒന്നുകിൽ കടലിലായിരിക്കും, ആരും കാണില്ല, അല്ലെങ്കിൽ മാണിക്യം, അതെവിടെയും സൂക്ഷിച്ചു വെച്ചായിരിക്കും. പക്ഷെ റെയിൻബോ നമുക്ക് കാണാം, അത് തൽക്കാലത്തേക്ക് മാത്രമാണ്. എന്നാൽ ഇത് എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു കണ്ണീർ മുത്ത് ആകാശത്ത് തൂങ്ങി നിൽക്കുന്നു. ആ കണ്ണീർ മുത്താണ് മഴവിൽ. ആ കണ്ണീർ മുത്താണ് താജ്മഹൽ. താജ്മഹൽ അതാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ലൈക്ക് അതിനുള്ളിൽ കൊടുത്തിട്ട് ഒരു ചിത്രമായിട്ട് ഡ്രോപ്പ് ഓഫ് ടിയർ ആകാശത്തിൽ നിൽക്കുന്നു. യെറ്റ് സ്റ്റിൽ വൺ സോളിറ്ററി ടിയർ would hang on the cheek of time. കാലത്തിന്റെ കവിളിൽ തൂങ്ങി നിൽക്കുന്ന കണ്ണീർ മുത്താണ് ഈ താജ്മഹൽ എന്ന മനോഹര സൗധം. ഇൻ ദ ഫോം ഓഫ് ദിസ് വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ. കണ്ടോ? ഏത് രൂപത്തിലാണ് ആ കണ്ണീർ മുത്ത് നിൽക്കുന്നത്? In the form of Taj Mahal. Hanging where? Hanging in the sky. അതിന് കെട്ടിത്തിറക്കുന്ന കയറ് കാണുന്നില്ല എന്ന് മാത്രം. അങ്ങനെ കയറില്ലാതെ തൂങ്ങി നിൽക്കുന്ന ഒരു വലിയ വെളുത്ത കണ്ണുനീർ മുത്താണ് ഈ താജ്മഹൽ. അതിന്റെ ഷൈനിങ് മാറില്ല, അതിന്റെ ഗ്ലിറ്ററിങ് മാറില്ല. ആ മാറാത്ത ശോഭയോടെ നിൽക്കുന്നു. ഒന്നുകൂടി വായിക്കുന്നു, നോക്കൂ. Though emeralds, rubies, pearls are all but as the glitter of a rainbow ticking out empty air. ആകാശത്തിൽ നിന്നും ശൂന്യതയിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന വെള്ളങ്ങളാൽ, മഴത്തുള്ളികളാൽ രൂപീകരിതമായതാണ് എന്ത്? റെയിൻബോ. ആ റെയിൻബോവിന്റെ വർണ്ണം എങ്ങനെയാണ്? റൂബി പോലെ, എമറാൾഡ് പോലെ, പേള് പോലുള്ളതാണ്. ഇതൊക്കെ മഴവില്ല് താൽക്കാലികമാണ്. എന്നാൽ താൽക്കാലികമല്ലാത്ത സ്ഥിരമായ ഒരു മനോഹരമായ മുത്ത് ആകാശത്തിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്, തങ്ങി നിൽക്കുന്നുണ്ട്. അതെന്താണ്? നോക്കൂ. ആൻഡ് മസ്റ്റ്, ഇതൊക്കെ പാസ് എവേ, കടന്നു പോകും. യെറ്റ് സ്റ്റിൽ, എന്നാൽ ഇപ്പോഴും വൺ സോളിറ്ററി ടിയർ,
ഒരേ ഒരു മുത്ത്, ഒരേ ഒരു കണ്ണുനീർ മുത്ത് വുഡ് ഹാങ് തൂങ്ങിക്കിടക്കുക, ഇറ്റി വീഴാൻ തക്കവണ്ണം നിൽക്കുക. ചീക്ക്, കവിളിൽ, ആരുടെ ചിക്ക്? ചീക്ക് ഓഫ് ദ സ്കൈ, ആകാശത്തിന്റെ കവിളിൽ ഒലിച്ചിറങ്ങുന്ന ഒരു മുത്തുപോലെ, കണ്ണുനീർ തുള്ളി പോലെ ഇതാ താജ്മഹൽ ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു, ആകാശത്തിന്റെ കവിളിൽ തങ്ങി നിൽക്കുന്നു. അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറ്റി വീഴുന്ന ഒരു കണ്ണുനീർ തുള്ളിയായിട്ട്, മനോഹരമായ മുത്തായിട്ട്, ഓഫ് ദിസ് വൈറ്റ്, വെളുത്ത, ആൻഡ് ഗ്ലീറിംഗ് ആൻഡ് ഗ്ലീമിംഗ് മീൻസ് ഷൈനിങ്, ഈ തിളങ്ങുന്ന ഈ മുത്ത്, പേൾ. സോ ഇറ്റ് ഈസ് എ വൈറ്റ് പേൾ ലൈക്ക്, വെളുത്ത പേള് പോലെയാണ്. ഹാങ്ങിങ് ഇൻ ദ സ്കൈ, ആകാശത്തിൽ തൂങ്ങിക്കിടക്കുന്ന. അതിന്റെ ഈ പിന്നെ മകുടം അങ്ങനെയാണല്ലോ, പിനാക്കിൾ, മകുടം ആയിട്ടാണ് കിടക്കുന്നത്. അതിന് ചെറിയ ഈ പിന്നെ ഒരു മധ്യഭാഗത്തായിട്ട് മനോഹരമായിട്ട് ചില അടയാളങ്ങളൊക്കെ ഉണ്ട്, ആരൊന്ന് തൂക്കിയിട്ട മാതിരിയുള്ള. അതുകൊണ്ട് ടാഗോർ പറയുന്നു, താജ്മഹൽ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ വൈറ്റ് പേൾ that is hanging in the sky forever. എന്നേക്കുമായിട്ട് ആകാശത്തിൽ തൂങ്ങിക്കിടക്കുന്ന അതിമനോഹരമായ ഒരു മുത്താണ്. അതിന് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകില്ല. അതിന് കാർമേഘങ്ങൾക്കോ അല്ലെങ്കിൽ മഴമേഘങ്ങൾക്കോ അല്ലെങ്കിൽ ആകാശത്തിലുള്ള പുകച്ചീളുകൾക്കോ അതിനെ മലിനപ്പെടുത്താൻ കഴിയില്ല. കാലത്തിനെ അതിജീവിക്കുന്ന, ദാറ്റ് മീൻസ് ടൈം ഓവർടേക്കിംഗ്, ടൈമിനെ ഓവർടേക്ക് ചെയ്യുന്ന, കാലത്തിനെ അതിജീവിക്കുന്ന മനോഹരമായ ശില്പമാണത്. ദാറ്റ് ഈസ് താജ്മഹൽ. സോ ദിസ് ഈസ് ദ പോയം ഓഫ് ടാഗോർ. ആൻഡ് നൗ യു റീഡ് ഇറ്റ് വൺസ് അഗെയിൻ ആൻഡ് വാച്ച് ഇറ്റ് മെനി ടൈംസ്. കവിത പുസ്തകത്തെ നോക്കി വായിക്കുക. ഞാനെടുത്ത പദ്യം ഇതിൽ നോക്കി നിങ്ങളുടെ ക്ലാസ്സിൽ നോക്കി പല ആവർത്തി കേൾക്കുക. വളരെ പ്രധാനപ്പെട്ട ആശയമുള്ള, എന്ന് മാഷ് പറഞ്ഞു, 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിൽ എത്തിയ കുട്ടിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം സാഹിത്യ ഭാഷ ഉൾപ്പെടുത്തിയ കവിത ആയതുകൊണ്ടാണ് വളരെ വിശാലമായിട്ട് 3 ദിവസമായിട്ടാണ് ഈ ചെറു കവിത എടുത്തത്. യെസ്, ലെറ്റ് മീ വൈൻഡ് അപ്പ് ദിസ് ക്ലാസ് ആൻഡ് ലെറ്റ് us continue tomorrow. Thank you.